ഒന്ന് നിക്ക, ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ, ഇനി മുട്ടിക്കോളൂ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. പറഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങള് കൊത്തിക്കീറി വലിച്ചു നടക്കുകയായിരുന്നു. അന്നൊന്നും നമ്മളൊക്കെ നടന്നു പോയിട്ടില്ല കേട്ടാ. അതിനെല്ലാം നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു? അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ട് ഇതാ ഇപ്പൊ CPM തകരാൻ പോകുന്നേന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ മോഹിച്ച് നിൽക്കണ്ട കേട്ടാ. മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യും, കയ്യോടെ തന്നുവിടാം. ആയിക്കോട്ടെ, സന്തോഷം. സർ, അങ്ങയുടെ റോളിങ്ങിനെ കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് സാർ സംസാരിക്കുന്നത്. അടുത്തത് ആ തരത്തിൽ ശ്രമിക്കാം. ഇന്നിനി മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഒരു ദശകത്തോളം നീണ്ട അമിതാധികാര പ്രയോഗങ്ങളുടെയും അസഹിഷ്ണുതയുടെയും ഇതൊരു മാതിരി തറ പരിപാടിയായി പോയി. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ ഉദ്ദേശം. ആക്രമണങ്ങളുടെയും അഴിമതിയുടെയും ജനവിരുദ്ധതയുടെയും വർഗീയ അവസരവാദത്തിന്റെയും എല്ലാം വഞ്ചക ഭരണവാഴ്ചയെ ചരിത്രത്തിന്റെ ചവറ്റുകുറ്റയിലേക്ക് തൂത്തെറിഞ്ഞ് വീറോടെ ജനവിധി എഴുതിയ കേരളത്തിലെ മുഴുവൻ ജനതയെയും അഭിനന്ദിക്കുകയാണ് സാർ. ഇതിലും വലിയ തമാശ ഇതുവരെ കേട്ടിട്ടില്ല. രാക്ഷസന്മാരെ പോലെ അലറുക. ഒരു പാർട്ടിയും ഒരു ഭരണകൂടവും എന്തായിക്കൂടാ എന്നതിന്റെ സർവ്വലക്ഷണമൊത്ത ഉദാഹരണമായി CPM എന്ന പാർട്ടിയും അതിനെ നയിച്ച ഭരണവും സകല ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും ഭരണകർത്താക്കൾക്കുമുള്ള ആടവും സന്ദേശവുമായി മുന്നിൽ നിൽക്കുകയാണ് സാർ. സർ, ത്യാഗഭരിതവും ഇതിഹാസ തുല്യവുമായ ചരിത്രമുള്ള ജനകീയ പ്രതിബദ്ധതയും വർഗ രാഷ്ട്രീയ ഉള്ളടക്കവും ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ ചിരിച്ചു പോയനെ. ഒരു ഒറ്റ ഉടമ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറിത്തീർന്നതിന്റെ ദുരന്ത ഫലമാണ് സാർ CPM ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവള് തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്. പറഞ്ഞു ജയിക്കാൻ പറ്റൂല. ശരി, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ മുമ്പിൽ തലയിൽ കുത്തി നിൽക്കണം. കുലംകുത്തികളായി മുദ്ര കുത്തപ്പെട്ടവരെ കേരള മണ്ണ് ജനാധിപത്യ വീറോടെ ജനകീയ നേതാക്കളായി ഉയർത്തിക്കാണിച്ചതിന്റെ ചിത്രമാണ് സാർ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വടകരയും പയ്യന്നൂരും തളിപ്പറമ്പും അമ്പലപ്പുഴയുമെല്ലാം ഭാവി ഇടതു ബദൽ രാഷ്ട്രീയത്തിന് ദിശാസൂചകമായി വിളക്കുമാടങ്ങളായി ഇന്ന് കേരളത്തിന് മുന്നിൽ ജ്വലിച്ചു നിൽക്കുകയാണ് സാർ. ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം. പിന്നെ ചവിട്ടാണ് തലയിൽ. എങ്ങോട്ട് താഴും? തീർച്ചയായിട്ടും കേരളത്തിൽ സുശക്തമായ ഒരു ജനാധിപത്യ മതനിരപേക്ഷ ഐക്യമുന്നണി രൂപപ്പെടുന്നതിന്റെ വിളംബരം കൂടിയാണ് സാർ ഈ തെരഞ്ഞെടുപ്പ്. ഇങ്ങനെ കഥ പറഞ്ഞ് ഇഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കു കൊല്ലടാ. വലിയ പ്രതീക്ഷകളുടെ കൂടെയാണ് സാർ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുള്ള മനുഷ്യർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ നോക്കിക്കാണുന്നത്. ഒരു പിടിയും കിട്ടിയില്ല. അധികാരമേറ്റ ഉടനെ അടിസ്ഥാന ജനവിഭാഗമായ സ്ത്രീകളുടെ ഉന്നമനത്തിന് മുൻഗണന നൽകിയ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് സാർ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.